ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്നലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് +1 കഴിഞ്ഞു. അപ്പോൾ ഞാനിന്ന് എൻ്റെ മോനെ CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല, അവധി എടുത്തിരിക്കുവാണ്. അപ്പോൾ ഇന്ന് ഒരു ഉച്ച വരെയുള്ള നമ്മുടെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഡേ ആൻഡ് മൈ ലൈഫാണ് കാണിക്കുന്നത്, ഉച്ച വരെയുള്ളത്. അപ്പോൾ നമ്മുടെ ജംഗ്ഷനൊക്കെയാണിത്. നമ്മുടെ ഏഞ്ചൽ ബസ് വന്നിട്ടുണ്ട്. നമ്മൾ ഏഞ്ചൽ ബസ്സിന് കയറി പനമ്പാലത്ത് ഇറങ്ങി നമ്മൾ അടുത്ത ബസ്സിന് CMS ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാതിക്കലിറങ്ങി ഞങ്ങൾ മേളിലേക്ക് സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കിടക്കുവാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. ഇത് സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ ചേട്ടനാണ് പോകുന്നത്. ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. സ്കൂൾ കണ്ടപ്പം നമുക്ക് ഒരുപാട് ആശ്വാസം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ടീച്ചർമാരൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നമ്മളോട് നല്ല പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. അപ്പം സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി തൊട്ടപ്പുറത്തുള്ള ബേക്കറിയിൽ നിന്ന് നല്ല ചൂട് കാപ്പിയും കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ അടുത്ത ബസ്സിന് കയറി കോട്ടയം ടൗണിൽ ബേക്കർ ജംഗ്ഷനിൽ എബനേസർ ബാഗ് ബസാറിൽ കയറിയിട്ടുണ്ട്. അപ്പം ബാഗ് പാലസിൽ കയറിയിട്ടുണ്ട്. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഡിസ്കൗണ്ടൊക്കെ തരും കേട്ടോ. എല്ലാവരും ഇവിടെ പോയി ബാഗും ചെരുപ്പും കൂടെയൊക്കെ വാങ്ങിക്കണം കേട്ടോ. നമ്മുടെ കോട്ടയം ടൗണിൽ നല്ല തിരക്കുള്ള ഒരു ടൈമാണ്. അപ്പം ഞങ്ങളിതേ മാർക്കറ്റിൽ കയറി കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കണമായിരുന്നു. അതും കൂടെയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ദേവിക ബസ്സിന് കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടുന്ന എല്ലാം വീഡിയോ ആയിട്ടൊക്കെ ഇടാനൊക്കെ വിചാരിച്ചിരിക്കുന്നത്. കുക്കിംഗ് മാത്രമല്ല, അക്കൂസ് വ്ലോഗ് എന്നല്ലേ നമ്മുടെ ചാനലിൻ്റെ പേര്. ഞാൻ എന്നാ കിട്ടിയാലും ഞാൻ വീഡിയോ ആയിട്ട് ഇടാനാണ് വിചാരിച്ചിരിക്കുന്നത്.